ശ്രീ എൻ ശ്രീകുമാർ, ഇവിടെ മുഹമ്മദ് ഹുസൈൻ, അതുപോലെ തന്നെ ഈ പറയുന്ന ഹുസൈൻ മുസാഫർ, അബ്ദുൾ സലാം, ഇവരൊക്കെ പെരുമ്പാവൂരുകാരാന്ന് പറയുന്നു. എന്ന് വെച്ചാൽ മുഖ്യമന്ത്രിയുടെ ജില്ലക്കാർ തന്നെ. പിന്നെ ഇപ്പോൾ സലാമിനെ പറ്റി വരുന്ന പുതിയ വിവരം എന്ന് പറയുന്നത് അദ്ദേഹത്തിന് 2021 മുതൽ ഗുണ്ടാബന്ധമുണ്ട്. അതും പെരുമ്പാവൂർ കേന്ദ്രീകരിച്ച് അനസ് പെരുമ്പാവൂർ എന്ന് പറയുന്ന ഗുണ്ടാ സംഘത്തിലെ സജീവ പ്രവർത്തകൻ അംഗമാണ് അദ്ദേഹം. എന്നുവെച്ചാൽ യൂത്ത് കോൺഗ്രസിനൊപ്പം തന്നെ പ്രവർത്തിക്കാൻ കഴിയുന്ന മറ്റൊരു മേഖലയായി ഇവർ കണ്ടെത്തിയിട്ടുള്ളത് അനസ് പെരുമ്പാവൂരിൻ്റെതുപോലെയുള്ള ഗുണ്ടാ സംഘങ്ങളുമാണ്. അപ്പോൾ ഇത്ര മികച്ച രീതിയിൽ പ്രവർത്തിച്ചു വരുന്ന ആളുകളെയൊക്കെ ഇപ്പൊ പുറത്താക്കേണ്ട സാഹചര്യം എന്തുകൊണ്ട് ഉണ്ടാകുന്നു? ശ്രീ എൻ ശ്രീകുമാർ, അത് ഇവരെ പുറത്താക്കിക്കൊണ്ട് ആരെ സംരക്ഷിക്കുന്ന നടപടിയായിട്ടാണ് ഇപ്പോൾ വ്യാഖ്യാനിക്കപ്പെടുന്നതെന്ന് മനസ്സിലാവുന്നുണ്ടല്ലോ. അവിടെ കൃത്യമായൊരു മറുപടി ആര് നൽകേണ്ടതാണ്? ശ്രീ വേണു, നാളെ മുഖ്യമന്ത്രി വി ഡി സതീശൻ കൃത്യമായ മറുപടി നൽകുമല്ലോ. കാരണം നാളെ മന്ത്രിസഭാ യോഗത്തിന് ശേഷം വാർത്താ സമ്മേളനം ഉണ്ടല്ലോ. അപ്പൊ എല്ലാ ആഴ്ചയിലും കാണാൻ പറ്റാവുന്ന ഒരു മുഖ്യമന്ത്രി കേരളത്തിന് കിട്ടിയിട്ടുണ്ടല്ലോ കഴിഞ്ഞ 3 മാസമായിട്ട്. അപ്പൊ ഉത്തരം നൽകും. പിന്നെ ഒരു ജനകീയനായ മുഖ്യമന്ത്രി അല്ലെ ജനപ്രിയനായ മുഖ്യമന്ത്രി നേതാക്കൾക്കൊപ്പം ഒരുപാട് പേര് ചേർന്ന് ഫോട്ടോ എടുക്കും, അവർ വീട്ടിൽ പോകും, അവർ മുഖ്യമന്ത്രിയോടൊപ്പം ഇരിക്കും, പിറന്നാളിന് സദ്യ ഉണ്ടായിരിക്കും, കുട്ടികളുടെ ഓരോ പരിപാടിക്ക് ക്ഷണിക്കും. അവരൊക്കെ ഏതെങ്കിലും കേസിൽ പ്രതികളാകുകയും ചെയ്യുന്ന ചില ഘട്ടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ വിഷയം അതല്ലല്ലോ. ഇവിടെ ഇവര് മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ എന്നവർ ഉറപ്പിച്ചു പറയുന്നില്ല CPM കേട്ടോ. അതിന് ഞാൻ അവരെ അഭിനന്ദിക്കുകയാണ്. കാരണം അവർ പറയുന്നത് പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ സോഷ്യൽ കോർഡിനേറ്റർ എന്ന് പറയപ്പെടുന്ന എന്നൊക്കെയാണ് പറയുന്നത്. ആയിക്കോട്ടെ, അത് അവരുടെ ഒരു അവർ പറഞ്ഞോട്ടെ. അപ്പൊ അങ്ങനെയുള്ള ഒരാളെ കുറിച്ചാണ് ഇപ്പോൾ ഇത് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം എന്തോ യൂത്ത് കോൺഗ്രസ് ബൂത്ത് കമ്മിറ്റി ഭാരവാഹിയാണെന്ന് എന്തോ ഒരു വാർത്ത കണ്ടു. എന്റെ അറിവില് യൂത്ത് കോൺഗ്രസ് എന്തായാലും ബൂത്ത് കമ്മിറ്റി ഇല്ല. ഇനിയിപ്പോ ഏതെങ്കിലും ഭാരവാഹിത്വം ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല, ഉണ്ടായിരിക്കാം, ഇല്ലെന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം യൂത്ത് കോൺഗ്രസ് ഒരുപാട് ഭാരവാഹികളുണ്ട്. മണ്ഡലം കമ്മിറ്റിയാണ് അവസാനത്തെ കമ്മിറ്റി, ഏറ്റവും താഴെക്കിടയിലുള്ള കമ്മിറ്റി. അപ്പൊ അതില് അങ്ങനെയുള്ള ഒരാളാണോ എന്ന് എനിക്ക് അറിയില്ല. എന്തായാലും സോഷ്യൽ വിങ് എന്നുള്ളതൊന്നും കേരള മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇപ്പോഴും ഇല്ല. മാത്രമല്ല അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ ഇങ്ങനെ ഒരു കോർഡിനേറ്ററും ഇല്ല. പിന്നെ ആരെങ്കിലും അവകാശപ്പെട്ടിട്ടൊക്കെ ആരെങ്കിലും വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് ഉത്തരവൊന്നുമില്ല. അത് നാളെ വിശദീകരിക്കേണ്ടവരൊക്കെ വിശദീകരിക്കട്ടെ. നമ്മുടെ മുമ്പിലുള്ള വിഷയം എന്താ വെച്ചാൽ ഇപ്പോൾ എനിക്ക് അദ്ദേഹം ഇവിടുന്ന് പേര് തന്നെ അറിയാൻ വയ്യ. കാരണം ഇവരൊക്കെ അറസ്റ്റ് ചെയ്യപ്പെടുമ്പോഴാണ്. കാരണം UDF ഭരണത്തിൽ എന്തായാലും ഇവർ അറസ്റ്റ് ചെയ്യപ്പെട്ടല്ലോ. അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് ആരും തടുത്തില്ലല്ലോ. എന്റെ അടുപ്പക്കാരനാണ്, അതുകൊണ്ട് അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന് രമേശ് ചെന്നിത്തല വിളിച്ച് പറഞ്ഞതായിട്ടൊന്നും ആരും ആരോപിച്ചില്ലല്ലോ. മുമ്പ് പഴയ കാലത്ത് ഒരു കേസ് ഞാൻ ഓർക്കുന്നു. ഒരു MLA-യുടെ മകനെ ഏതൊരു കഞ്ചാവ് കേസിൽ പെട്ടപ്പോഴേ അറസ്റ്റ് ചെയ്തപ്പോൾ ഉണ്ടാകുന്ന പുകിലൊക്കെ നമുക്ക് അറിയാമല്ലോ. അതിലേക്കൊന്നും നമ്മൾ കടക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഈ ഫോട്ടോയുമായി ബന്ധപ്പെട്ട് CPM കുറെ കാര്യമായിട്ട് ആക്ഷേപം ഉന്നയിക്കുന്ന അതിലിപ്പോ കോൺഗ്രസ് തിരിച്ചു പറഞ്ഞിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ CPM-ന്റെ DYFI-യുടെ പല നേതാക്കളും ചില കേസുകൾ പ്രതികളായവരുടെ കല്യാണത്തിനൊക്കെ പോയ പടങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും രാഷ്ട്രീയ ആരോപണം വരും. പക്ഷെ ഉന്നയിക്കപ്പെടുന്ന പ്രതിപക്ഷ നേതാവായിരിക്കുന്ന വി ഡി സതീശനുമായി ബന്ധപ്പെട്ട് ഈ മുഹമ്മദ് ഹുസൈൻ അടക്കമുള്ളവർ ഏത് തരത്തിൽ ആണ് സൗഹാർദ്ദം പങ്കുവച്ചിട്ടുള്ളത് എന്ന ആ വീഡിയോകൾ താങ്കൾ കണ്ടിട്ടുണ്ടാകുമല്ലോ. അതെന്ന് പറയുന്നത് പെട്ടെന്ന് ഒരാൾ വരുന്നു എന്ന് വെച്ചാൽ യൂത്ത് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട പ്രവർത്തകനൊന്നുമല്ല, വി ഡി സതീശന് വലിയ പിടിപാടും പരിചയമൊന്നുമില്ല. ഒരാൾ വന്ന് അദ്ദേഹവുമായി ഈ സമയം ചെലവിടുന്ന, ഇത്രയും സൗഹാർദ്ദത്തോടെ സമയം ചെലവിടുന്നത് കാണുമ്പോൾ താങ്കൾക്കൊരു അത്ഭുതവും തോന്നുന്നില്ല? ശ്രീ വേണു, ഞാൻ പറഞ്ഞ അങ്ങനല്ല. ബന്ധങ്ങൾ ഉണ്ടാകുന്ന ഞാൻ പറഞ്ഞത്. ഒരുപാട് പ്രവർത്തകർക്ക് ശ്രീ വി ഡി സതീശനായിട്ട് ബന്ധമുണ്ട്. ഒരുപാട് പ്രവർത്തകർക്കുണ്ട്, സംശയമില്ലാത്ത കാര്യമാണേ. ഒരുപാട് പ്രവർത്തകർ അദ്ദേഹത്തിന്റെ വീട്ടിൽ, ഞാൻ എല്ലാം പറഞ്ഞല്ലോ കൃത്യമായിട്ട്. പക്ഷേ അവരൊക്കെ കേസിൽ പ്രതികളാകുമെന്ന് പറഞ്ഞിട്ടൊന്നും ആരും മുൻകൂട്ടി പറയില്ലല്ലോ. അത് രാഷ്ട്രീയത്തിലെ കോൺഗ്രസ്സുകാരും CPM-കാരും പറയുന്നവരും എന്തായാലും ഇക്കാര്യത്തിൽ ഞാൻ അഭിപ്രായം പറയില്ല. അവർക്ക് അവിടെ രാഷ്ട്രീയമുണ്ട്. എല്ലാ നേതാക്കളും പണ്ട് ശ്രീ പിണറായി വിജയൻ പറഞ്ഞ പോലെ ഈ അവതാരങ്ങൾ എന്നൊക്കെ പറഞ്ഞ എല്ലൊക്കെ ഉണ്ടല്ലോ, അദ്ദേഹം പറയുകയും ചെയ്തു, അദ്ദേഹം അനുഭവിക്കുകയും ചെയ്തു. അത് വേറെ വിഷയം. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം CPM പോലും പറയുന്നില്ല കോർഡിനേറ്റർ ആണെന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റുന്നില്ല. കാരണം അങ്ങോട്ട് സോഷ്യൽ മീഡിയ വിങ് കേരള മുഖ്യമന്ത്രി വി ഡി സതീശന് ഇപ്പം ഇല്ല. ഇപ്പോഴെന്നല്ല, എപ്പോഴും ഇല്ല. അത് ഞാൻ പറഞ്ഞത്. അപ്പൊ അവര് വീട്ടിൽ സോഷ്യൽ മീഡിയയിൽ ഇത്തരം സംഘങ്ങൾ ഉണ്ടാക്കുക, ഇത്തരം ഗ്രൂപ്പുകൾ ഉണ്ടാക്കുക, ഇത്തരം സൈബർ ഹാൻഡിലുകൾ ഉണ്ടാക്കുക, അതൊക്കെ ഔദ്യോഗികമല്ല എന്ന് പറയുന്നത് ഒരു ന്യായമേ അല്ല. അതൊക്കെ ഔദ്യോഗികം അനൗദ്യോഗികം എന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ ആകെ മുഖ്യമന്ത്രി എന്ന പേരിലുള്ള ഒരു ഒറ്റ പ്രൊഫൈലുള്ള ഒരു ഒറ്റ അക്കൗണ്ട് മാത്രമേ ഔദ്യോഗികം നമുക്ക് പറയാൻ കഴിയൂ. ഞാൻ അങ്ങനെയൊക്കെ വരാം. Big TV without fear or favor.